ലോകത്തിന് ആശങ്ക ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഏതാണ്ട് 20ഓളം അമേരിക്കയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള 20ഓളം രാജ്യങ്ങൾ ഉടൻ തന്നെ ഈ യുദ്ധം നിർത്തണം, ഏറ്റവും ചുരുങ്ങിയതൊരു താൽക്കാലികമായ യുദ്ധം നിർത്തലെങ്കിലും ഉണ്ടാവണമെന്ന് പറയുന്നതിന് കാരണം അതാണല്ലോ. കാരണം പലസ്തീനിൽ ഗാസയിൽ ആരംഭിച്ച് പിന്നെ സിറിയയിലെ പിന്നെ തലസ്ഥാനമായ പിന്നെ ഡമാസ്കസിലെ ബോംബാക്രമണം നടത്തി, പിന്നെ ഇറാന്റെ സേനയിലെ നേതാക്കന്മാരെ കൊല്ലുന്നു. അതിനുശേഷം ഇറാനിൽ പ്രസിഡന്റിന്റെ പിന്നെ സത്യപ്രതിജ്ഞയ്ക്ക് പങ്കെടുത്തുകൊണ്ടിരുന്ന ഇസ്മായിൽ ഖനിയെ, ഹമാസിന്റെ നേതാവിനെ അവിടെ ഇറാനിൽ പിന്നെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് കൊല്ലുന്നു. ഇപ്പോ പിന്നെ ബെയ്റൂട്ടിൽ വെച്ച് അവരുടെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒന്നായിട്ടുള്ള പിന്നെ ഹെസ്ബുള്ളയുടെ നേതാവ് ഹസൻ നസ്രള്ളയെ വധിക്കുന്നു. ഹസൻ നസ്രള്ളയെ മാത്രമല്ല, അതിന്റെ പരമോന്നതമായ ഒരു 7 നേതാക്കന്മാരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വധിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറാനാണല്ലോ ഇവരെയൊക്കെ പിന്തുണയ്ക്കുന്നത്. ഇപ്പൊ ഹമാസിനെ ആയാലും ഹൂതികളെ ആണെങ്കിലും ഹെസ്ബുള്ളയെ ആണെങ്കിലും സിറിയയിലും ഇറാഖിലും ഒക്കെയുള്ള ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്തുള്ള ആളുകളെല്ലാം സഹായിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ഇറാനാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഇത്തരം നേതാക്കന്മാരെ കൊല്ലുമ്പോൾ അതിനോട് പ്രതികരിക്കാൻ അവർ ബാധ്യസ്ഥരാകും. പിന്നെ സ്വാഭാവികമായിട്ടും ഇവരും ഈ ഹൂതികള് അങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങളും ചെറിയ തരത്തിൽ സംഘർഷങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് പശ്ചിമേഷ്യയെ മുഴുവൻ ബാധിക്കുന്ന തരത്തിലുള്ള സംഘർഷമാവും. പശ്ചിമേഷ്യക്ക് പുറത്ത് പിന്നെ അത് റഷ്യയുടെ ഇടപെടലുണ്ടാവാം, ചൈനയുടെ ഇടപെടലുണ്ടാകാം. അങ്ങനെയൊക്കെയുള്ള തരത്തിൽ വരുമ്പോൾ പിന്നെ ലോകം മുഴുവൻ ആശങ്ക, പ്രത്യേകിച്ച് പശ്ചിമേഷ്യ എന്ന് പറയുമ്പോൾ ഓയില് ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം ലഭിക്കുന്ന ഒരു മേഖലയാണ് എന്നുള്ളതുകൊണ്ട് അവിടെ സംഘർഷമുണ്ടായാൽ അതിന്റെ ഓയിൽ കൊണ്ടുപോകുന്നതിനും വരുന്നതിനും ഉണ്ടാവും, അതിനെതിരെ ആക്രമണങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഓയിലിന്റെ ലഭ്യത കുറയും, ഓയിലിന്റെ വില കൂടും. ഈ മാതിരിയുള്ളത് ലോക സമ്പദ് വ്യവസ്ഥയെ ഒട്ടാകെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ സംഭവ വികാസങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ തീർച്ചയായിട്ടും ലോകത്തിനൊട്ടാകെ ആശങ്ക ഉണ്ടാക്കുന്നത് തന്നെ. 2-3 കാരണങ്ങളുണ്ട് അവരെ സംബന്ധിച്ച്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഈ കഴിയുന്നത്ര കാലത്തോളം അധികാരത്തിൽ തുടരുക എന്നുള്ളത് അതിനകത്തൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. രണ്ടാമത്, ഇത് നിർത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ പിന്താങ്ങുന്ന മന്ത്രിസഭാംഗങ്ങളുണ്ട്. ഈ വെസ്റ്റ് ബാങ്കിലെ പ്രതിനിധിക്കുന്ന പിന്നെ ബെസാലേലെന്നും ബെൻഗിർ എന്നൊക്കെ പറയുന്ന മന്ത്രിമാരുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഏതെങ്കിലും കാരണവശാല യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ പിന്തുണ പിൻവലിക്കും. ഒരാളിന്റെ ഭൂരിപക്ഷമേ ഉള്ളൂ മന്ത്രിസഭയ്ക്ക്. അപ്പൊ സ്വാഭാവികമായിട്ടും മന്ത്രിസഭ വീഴും. അതാണ് ഒന്ന്. 2 എന്ന് പറയുന്നത്, ഈ പറയുന്ന തരത്തിൽ ഞങ്ങളുടെ ഇപ്പം ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷം പറഞ്ഞത് ഈ ഹമാസിനെ ഇല്ലാതാക്കിയതിന് ശേഷമേ ഞങ്ങൾ ഇനി യുദ്ധത്തിൽ മാറൂ എന്നുള്ളതാണ്. ഇപ്പൊ 1 വർഷമാകാൻ പോകുന്നു യുദ്ധം തുടങ്ങിയിട്ട്. ഇതുവരെ ഹമാസിനെ നാമാവശേഷമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹമാസിന്റെ ഭാഗത്തുനിന്നാണ് ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഹമാസിനെ 41,000-ലേറെ ആളുകൾ മരിച്ചു കഴിഞ്ഞു, ലക്ഷക്കണക്കിന് ആളുകൾ പരിക്കേറ്റ് കഴിഞ്ഞു. എങ്കിലും ഇത് ഇനി അകത്ത് കടന്നു, ഇനി പുറത്തെങ്ങനെ കടക്കും എന്നുള്ള പിന്നെ പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. അതേസമയം തന്നെ ഏതാണ്ട് 100ഓളം ആളുകൾ ഇപ്പോഴും ഇസ്രായേലുകാർ ഹമാസിന്റെ ബന്ദികളായിട്ട് ഇരിക്കുന്നു. ഇസ്രായേലിൽ പിന്നെ എല്ലാ ദിവസവും ഈ ബന്ദികളാക്കപ്പെട്ടിട്ടുള്ളവരെ മോചിപ്പിക്കണം, അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കണം, ഹമാസുമായി ചർച്ച നടത്തുന്നതുകൊണ്ട് ജനകീയ പ്രക്ഷോഭങ്ങളും മറ്റൊരു ഭാഗത്ത് നടക്കുന്നു. ഇതൊക്കെ ഉണ്ട്. അത് നടക്കുമ്പോഴാണ് ഇപ്പോ പിന്നെ പുതിയൊരു യുദ്ധമുഖം ലെബനനിൽ ഹിസ്ബുള്ളക്കെതിരെ തുറന്നിരിക്കുന്നത്. അപ്പോ അത് പിന്നെ അവരിപ്പോ പറഞ്ഞിരിക്കുന്നത്, ഇനി ഹെസ്ബുള്ളയെ മുഴുവൻ ഇല്ലാതാക്കിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് മാറൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയും കരയാക്രമണം നടത്താൻ വേണ്ടിയിട്ട് റിസർവ് സേനകളെ പിന്നെ വിളിച്ചിട്ടുണ്ട്. അവർക്ക് പിന്നെ അല്ലാത്തവർക്ക് പരിശീലനം നൽകുന്നുണ്ട്. ഈ തരത്തിൽ ഈ ലെബനനിൽ കൂടി ഒരു യുദ്ധമുഖം തുറക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ വലിയ ഇടപെടൽ ഇപ്പൊ അമേരിക്കയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള ശക്തമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെങ്കിൽ ഉടനെ ഒന്നും അവർക്ക് പിന്മാറാനും കഴിയത്തില്ല, പിന്മാറാൻ ഇസ്രായേൽ തയ്യാറാവത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു വളരെ രസകരമായൊരു കാര്യം, ഈ ഇസ്രായേലിന്റെ ഈ യുദ്ധം ഇസ്രായേലിനെ സുരക്ഷിതമാക്കുകയല്ല അരക്ഷിതമാക്കുകയാണ് ചെയ്യുന്നതെന്നാണ് എന്റെ അഭിപ്രായം. ഒരു 1-2 ഉദാഹരണം ഞാൻ പറയാം. ഈ PLO ആണ് ആദ്യമായിട്ട് ഇസ്രായേലിനെതിരെ ഈ പോരാട്ടം നടത്തിക്കൊണ്ടിരുന്ന പ്രസ്ഥാനം, യാസർ അറാഫത്തിന്റെ നേതൃത്വത്തിലുള്ള PLO.
ആ PLO ആയിരുന്നു ആദ്യം ഈ ലെബനന്റെ തെക്ക് ഭാഗത്ത്, ഇപ്പൊ ഹെസ്ബുള്ള നിൽക്കുന്ന ഭാഗത്ത് തമ്പടിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ ആക്രമണവും സമരവും നടത്തിക്കൊണ്ടിരുന്നത് PLO ആണ്. അപ്പൊ ആ PLO 1980 അവിടുന്ന് പുറത്താക്കാൻ വേണ്ടി നടത്തിയ ഇസ്രായേലിന്റെ യുദ്ധത്തെ തുടർന്നാണ് അവര് ടുണീഷ്യയിലോട്ട് പലായനം ചെയ്ത്, അവിടുത്തെ PLOക്കാരെല്ലാം. അങ്ങനെ അവര് പലായനം ചെയ്ത് കഴിഞ്ഞപ്പോ ഈ ഈ പിന്നെ ലെബനന്റെ ദക്ഷിണ ഭാഗം കേന്ദ്രീകരിച്ച് രൂപം കൊണ്ട തീവ്രവാദ സംഘടനയാണ് ഹെസ്ബുള്ള. അതുവരെ അവിടെ ഹെസ്ബുള്ള ഉണ്ടായിരുന്നില്ല. 1982 ഹെസ്ബുള്ള എന്ന് പറയുന്ന സംഘടന ഉണ്ടാകുന്നത്. അപ്പൊ അവിടെ താരതമ്യേന, അതായത് ഹെസ്ബുള്ളയേക്കാൾ നിരുപദ്രവകരം എന്ന് പറയാവുന്ന തരത്തിലുള്ള PLO ആട്ടിപ്പായിച്ചപ്പോ അവിടെ അതിനേക്കാൾ ശക്തമായ ഇസ്രായേലിന് വലിയ തലവേദന സൃഷ്ടിക്കുന്ന ഹെസ്ബുള്ളയാണ്. അപ്പൊ അതാണ് പിന്നെ ഒരു കാര്യം. അതുപോലെ തന്നെ ഈ PLOയുടെ കാര്യത്തിൽ തന്നെ PLOയെ പിന്നെ നിർവീര്യമാക്കുകയോ PLOയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയോ ചെയ്തപ്പോ PLOയെ കൊണ്ട് ഇനി ഒരു കാര്യത്തിനും കൊള്ളൂല, അതുകൊണ്ട് വേറെ സംഘടന ഉണ്ടാകണമെന്നുള്ള ആശയം വന്നപ്പോഴാണ് ഹമാസ് ഉണ്ടായത്. ഇപ്പൊ ഹമാസാണ് ഇപ്പൊ PLOയേക്കാൾ വലിയ തലവേദനയായി പിന്നെ ഇവർക്ക് മാറിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഈ ഹമാസിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് അഹമ്മദ് യാസിൻ എന്ന് പറയുന്ന ആളാണ്. അങ്ങനെയാണ് ഇത് പിന്നെ 80കളിൽ ഇത് സ്ഥാപിക്കുന്നത്. അദ്ദേഹത്തെ പിന്നെ എന്താണ് ഇത് വലിയ ശല്യമായി മാറിയപ്പോ അങ്ങേര് ഈ വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന ആളായിരുന്നു, പോളിയോ ബാധിതനാണ്. അപ്പോ അദ്ദേഹത്തെ 2004 ഇവര് വധിച്ചു. അപ്പോ വലിയ ആത്മീയ ആചാര്യനെ അവരുടെ ഗുരുവുമായിട്ടുള്ള സ്ഥാപകനായിട്ടുള്ള അഹമ്മദ് യാസിനെ വധിച്ചു കഴിഞ്ഞു. തൊട്ടടുത്ത മാസം അതിന്റെ തലവനായി വന്ന അബ്ദുൾ അസീസ് റൻഡീസി എന്ന് പറയുന്ന ആളിനെ വധിച്ചു. അദ്ദേഹത്തെ 2004 മാർച്ചിലാണ് കൊന്നതെങ്കിൽ 2004 ഏപ്രിലാണ് റൻഡീസി. ഇപ്പൊ നമുക്ക് അറിയാം ഇസ്മായിൽ ഖനിയ എന്ന് പറയുന്നതിന്റെ നേതാവിനെയാണ് 2024 ജൂലൈയില് പിന്നെ ടെഹ്റാനിൽ വെച്ച് കൊല്ലുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഇപ്പൊ ഈ ഹസൻ നസ്രള്ളയെ കൊന്നു, ഇങ്ങനെ ആളുകളെ കൊല്ലുന്നത് കൊണ്ട് ഈ സംഘടനയൊന്നും ഇല്ലാതാവില്ല. അതാണ് ഇതിന്റെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഒരു പക്ഷെ ഇത് ഇല്ലാതായാൽ ഇതിനേക്കാൾ ഭീകരമായ തീവ്രവാദ നിലപാടുള്ള സംഘടനകളായിരിക്കും പിന്നാലെ വരുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഗാസയിൽ ഏതാണ്ട് 20 ലക്ഷം ആളുകളുണ്ട്. 20 ലക്ഷം ആളുകളെ കൊല്ലാൻ പറ്റുമോ? കൊന്നു തീർക്കാൻ പറ്റുമോ? കൊന്നു തീർക്കാൻ പറ്റൂല. അപ്പൊ അങ്ങനെ കൊന്നു തീർക്കാൻ പറ്റാത്ത അവരുടെ പ്രശ്നം എന്താ? നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ചെറിയ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ടുള്ള സമരമല്ല ഈ നടക്കുന്നത്. ഈ ഹമാസ് അല്ലെങ്കിൽ പലസ്തീനികൾ എന്ന് പറയുന്ന ആളുകളുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള സമരം, അവരുടെ സംസ്കാരവും അവരുടെ ചരിത്രവും വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള സമരമാണ്. ഒരു രാജ്യം, ഒരു സ്വന്തമായിട്ടുള്ള രാജ്യം ഇല്ലാതിരിക്കുന്ന ആളുകൾ അവരത് കിട്ടുന്നവർ സമരം ചെയ്യും. ഇസ്രായേൽക്കാർ അതാണല്ലോ ചെയ്തത്. യഹൂദ രാജ്യത്ത് പല ഭാഗങ്ങളിൽ നിന്നിരുന്ന ആളുകൾ പിന്നെ അവർ തന്നെ സയനിസ്റ്റ് ഭീകരത എന്ന് പറയുന്നത്, ഈ 48 മുമ്പ് ഏറ്റവും വലിയ ഭീകരത നടത്തിക്കൊണ്ടിരുന്ന ആളുകളാണ് സയനിസ്റ്റുകൾ. അവർ ഭീകര പ്രവർത്തനമൊക്കെ നടത്തിയിട്ടാണ് അവസാനം ഇസ്രായേലിൽ വന്ന് രാഷ്ട്രം സ്ഥാപിച്ചത്. അപ്പൊ എന്നതുപോലെ ഈ രാഷ്ട്ര സ്വപ്നം എന്ന് പറയുന്നതിനെ ഒരു കാലത്തും ഇല്ലാതാക്കാൻ കഴിയത്തില്ല. പ്രത്യേകിച്ച് ആയുധം ഉപയോഗിച്ച് ഒട്ടും തന്നെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. ഇല്ലാതാക്കാൻ ഇവർ ശ്രമിച്ചത് PLOയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. PLOയ്ക്ക് പകരം ഹമാസ് ഉണ്ടായി. PLOയെ പിന്നെ ലെബനിൽ നിന്ന് ഓടിച്ചു. PLOയ്ക്ക് പകരം വന്നത് ഹെസ്ബുള്ളയാണ്. അപ്പൊ ഈ തരത്തിൽ, കാരണം ഈ വന്നതെല്ലാം ആരാണ്? അവർക്ക് നേരത്തെ നേരിട്ടിരുന്നതിനേക്കാൾ ശക്തരായിട്ടുള്ള എതിരാളികളാണ് പിന്നെ വന്നിരിക്കുന്നത്. അപ്പൊ അതാണ് ഇപ്പൊ നമ്മൾ കാണേണ്ട കാര്യം. അപ്പൊ അതുകൊണ്ട് ഈ സമരം ഇപ്പൊ 1 വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെന്താണ് പറഞ്ഞത്? ഞങ്ങൾ ഹമാസിനെ ഇല്ലാതാക്കും. ഹമാസിനെ ഇല്ലാതാക്കിയോ? ഇവരുടെ പിന്നെ ബന്ദികളെയൊക്കെ മോചിതരാക്കിയില്ല. 30ഓളം ബന്ദികൾ മരിച്ചു ഈ ആക്രമണത്തിന്റെ ഭാഗമായിട്ട്. അതിനെ തുടർന്നാണ് പിന്നെ ഇസ്രായേലിൽ വലിയ രോഷം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ഈ ഓരോ നടപടികൾ, ഇസ്രായേൽ നടത്തുന്ന ഓരോ നടപടികളിലൂടെയും നമ്മളിപ്പോ വാർത്തകൾ അവരെ ഹെസ്ബുള്ളയുടെ നേതാവിനെ കൊല്ലുന്നു, അല്ലെങ്കിൽ ഹമാസിന്റെ നേതാവിനെ കൊല്ലുന്നു. അപ്പൊ ഇസ്രായേലിനെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രത്യയശാസ്ത്രത്തെയോ അനുകൂലിക്കുന്നവർക്ക് വലിയ സന്തോഷം ഉണ്ടാവാം. പക്ഷെ അതിലൂടെ ലോകവും ഇസ്രായേലും കൂടുതൽ അരക്ഷിതമാവുകയാണെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അല്ല, സൗദി, നമ്മൾ ഈ പശ്ചിമേഷ്യൻ രാഷ്ട്രീയം നോക്കിയാല് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഒക്ടോബർ 7 ഹമാസ് യുദ്ധം ആരംഭിക്കേണ്ടി വന്നത് എന്ന് നോക്കിയാൽ നമുക്ക് സൗദിയുടെ ഒരു കള്ളക്കളി മനസ്സിലാവും. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ഷിയ സുന്നി സംഘർഷം ഉണ്ടല്ലോ. അതില് പിന്നെ സുന്നി വിഭാഗത്തിന്റെ നേതാവാണ് സൗദി അറേബ്യ പശ്ചിമേഷ്യയിലെ തന്നെ വലിയ നേതാവാണ്. അപ്പോ ഈ ഒക്ടോബറിലാണ് ഈ സംഘർഷം നടന്നത്. ഒക്ടോബറിന് മുമ്പ് 2-3 മാസമായിട്ട് ഇസ്രായേലും സൗദി അറേബ്യയും തന്നെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
കാരണം ഈ സൗദി അറേബ്യയുടേതായ കാഴ്ചപ്പാടുണ്ട്. കാരണം എണ്ണയെ ആശ്രയിച്ചുകൊണ്ട് ആ രാജ്യത്തിന് കൂടുതൽ കാലം മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. മറ്റ് മേഖലകളിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്തൊക്കെ ആ രാജ്യം വികസിച്ചാൽ മാത്രമേ, വലിയ വ്യവസായങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നാൽ മാത്രമേ ഈ സൗദി അറേബ്യക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അവിടുത്തെ മുഹമ്മദ് ബിൻ സൽമാൻ MBS എന്നറിയപ്പെടുന്ന രാജാവിനുള്ളത്. അപ്പൊ അതുകൊണ്ട് അവർ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സമായിട്ട് നിൽക്കുന്നത് ഇസ്രായേലും സൗദി അറേബ്യയും തമ്മിലുള്ള സംഘർഷമാണ്. അതുകൊണ്ട് ആ ഇസ്രായേലും സൗദി അറേബ്യയും തമ്മിലുള്ള സംഘർഷം തീർക്കാൻ വേണ്ടിയിട്ടുള്ള കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചകളുടെ വിവരങ്ങൾ പുറത്തു വരികയും ആ ചർച്ചകൾ ഇവർ തമ്മിൽ കരാറിൽ ഏർപ്പെടാൻ പോവാണ്. ആ കരാറിൽ ഏർപ്പെടുമ്പോൾ ഈ പാലസ്തീൻ എന്ന് പറയുന്ന വിഷയത്തിന് വലിയ പ്രാധാന്യം നൽകപ്പെടാൻ പോകുന്നില്ല എന്ന വിവരം വന്നപ്പോഴാണ് ഒരു കാരണം ഈ ഹമാസ് ഇസ്രായേലിൽ ആക്രമണം നടത്തിയത് എന്നാണ് ഒരു വാർത്ത. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അതുകൊണ്ട് ഈ കരാറിൽ നിന്ന് സൗദി അറേബ്യ പുറകിലേക്ക് പോകേണ്ടി വന്നു. എല്ലാവരും ഏതാണ്ട് വിസ്മരിച്ചിരുന്ന, ഗൗരവമല്ലാതെ കിടന്നിരുന്ന പലസ്തീൻ വിഷയം വലിയ വിഷയമായി പിന്നെ മാറുകയും ചെയ്തു. അപ്പൊ അതാണ് സൗദി അറേബ്യയുടെ ഒരു നിലപാട്. സൗദി അറേബ്യ നമുക്കറിയാം, ഈ പശ്ചിമേഷ്യയിലെ നമുക്ക് ഇസ്രായേലിന്റെ ചുറ്റും കിടക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങളാണ് മുഴുവൻ. ആ ഇസ്ലാമിക രാജ്യങ്ങൾ വാസ്തവത്തിൽ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവർ നേരിടാൻ കഴിയുന്നതാണ്. പക്ഷെ അവർ ഒരുമിച്ച് നിൽക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ യോർദാനും ഇസ്രായേലുമായിട്ട് സൗഹൃദ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു, ബഹ്റൈനും സൗഹൃദ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു. പിന്നെ അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളെല്ലാമായിട്ട് സൗഹൃദ ബന്ധം ട്രംപിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട എബ്രഹാം കരാർ എന്ന് പറയുന്ന കരാർ ഇങ്ങനെയുള്ള രാജ്യങ്ങളും ഇസ്രായേലും ചേർന്നുണ്ടാക്കിയ കരാറാണ്. അപ്പോൾ ഈ ഷിയ സുന്നി സംഘർഷം, പിന്നെ ചൈനയുടെ മധ്യസ്ഥതയിൽ ഇറാനും പിന്നെ സൗദി അറേബ്യയും തമ്മിൽ കരാറൊക്കെ ഉണ്ടായെങ്കിലും ഈ സംഘർഷത്തിൽ വളരെ സജീവമായി ഇടപെടാനോ ഒരു നിലപാടെടുക്കാനോ സൗദി അറേബ്യ ഇപ്പോഴും തയ്യാറായിട്ടില്ല. ഇങ്ങനെ പറയുന്നുണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കണം, സമാധാനം കൈവരുത്തണമെന്ന് പറയുന്നതല്ലാതെ പിന്നെ ഒരു ഗൗരവമായ നിലപാട് യുദ്ധം തീർക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് സൗദി അറേബ്യ പിന്നെ ഏതാണ്ട് മനസ്സുകൊണ്ട് ഇസ്രായേലിനോടൊപ്പമാണ് എന്നാണ് ഞാൻ ഇതിനകത്ത് അവരുടെ നിലപാടുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുക. കാരണം നേരത്തെ ഈ വിക്കിലീക്സ് പുറത്തുവിട്ട വിവരങ്ങളിൽ ഒരിക്കലും അവിടെ ഒരു വിവരം വന്നത് ഇറാന് ആണവായുധ പദ്ധതിയുണ്ട്. ഈ ഇറാന്റെ ആണവായുധ പദ്ധതി തകർക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് സഹായം ഇസ്രായേലിന് ചെയ്യാം എന്ന് ഈ സൗദി അറേബ്യയുടെ രാജാവ് നൽകിയ പിന്നെ അദ്ദേഹത്തിനെ അറിയിച്ച വിവരമൊക്കെ വിക്കിലീക്സിലൂടെ പുറത്തു വന്നതാണ്. അപ്പൊ ഇതാണ് അവരുടെ ഇതിനകത്തുള്ള ഉള്ളുകളികൾ. അപ്പൊ അങ്ങനെ രണ്ട് പക്ഷത്തായിട്ട് നിൽക്കുന്ന ഈ ഇസ്ലാമിക രാജ്യങ്ങളാണ് ഈ പ്രശ്നത്തിനെ പരിഹരിക്കുന്നതിൽ ഒരു മുൻകൈ എടുക്കേണ്ടത്. പക്ഷെ എന്നാൽ അവരുടെ ഈ പിന്നെ അഭിപ്രായ ഭിന്നതകൾ കാരണം അവർക്കത് തുടരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത.